ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കമ്മൽ കളക്ഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ഹാവ് ലോട്ട് ഓഫ് കുപ്പിവളകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കുപ്പിവളകളുടെ കളക്ഷനാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ലാഗ് അടിപ്പിക്കണ്ട. സോ ഐ ആം ഗോയിങ് ടു ഷോ മൈ കുപ്പിവള കളക്ഷൻ ടുഡേ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചുള്ളൂ, കുറേ ഒന്നുമില്ല. എന്നാൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള, കുറച്ച് കാലങ്ങളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കുപ്പിവളകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ, ലോങ് വീഡിയോയിൽ, അതായത് നമ്മുടെ കമ്മൽ കളക്ഷൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വരെ കണ്ടവർക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കുപ്പിവള കളക്ഷൻ ഉണ്ട്. സോ നമ്മുടെ കുപ്പിവള കളക്ഷൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കുന്നു. സോ ടുഡേ ഐ എം ഗോയിങ് ടു ഷോ മൈ കുപ്പിവള കളക്ഷൻ. അപ്പോൾ കുറച്ചുള്ളൂ, കുറേ ഒന്നുമില്ല. ഉള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു 3 വർഷത്തോളമൊക്കെ ആയിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എന്താ പറയുക കുപ്പിവളകളാണ്. 3 വർഷത്തോളമായിന്ന് വെച്ചിട്ട് കുറേ ഒന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ. എന്നാൽ കുറച്ച് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുപ്പിവളകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവാം. ആരായാലും എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുക. സോ കുപ്പിവളകൾ ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക, കുപ്പിവള ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനിത് പല സ്ഥലങ്ങളിൽ നിന്ന് മേടിച്ചതുണ്ട്. കൂടുതലും നമ്മുടെ ഗുരുവായൂരുള്ള പ്രിയങ്കയിൽ നല്ല കുപ്പിവള കളക്ഷൻ ഉണ്ട്. അവിടുത്തെ കമ്മലുകളെക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ വളകളുടെ കളക്ഷനാണ്. വളകൾ ഭയങ്കര ഹ്യൂജ് വെറൈറ്റീസ് ഓഫ് വളകളാണ് അവിടെ ഉള്ളത്. സോ നമ്മൾ അവിടെ നിന്നാണ് മെയിനായിട്ട് കുപ്പിവളകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. തന്നെ എനിക്ക് ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വളകളിൽ എന്താ പറയുക, ഒന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ആൻഡ് ഇതിൽ ഈ ഒരു ഡസനിൽ ആകെ 6 വരുന്നുള്ളൂ. ഈ ഒരു വള ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുപ്പിവളയാണിത്. ഫോക്കസ് ആവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഈ ഒരു ടൈപ്പ് സംഭവം. ഇതിൻ്റെ ഇടയില് ഗോൾഡ് സ്റ്റോൺസ് ഇങ്ങനെ വരുന്നുണ്ട്. 6 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ റെയിൻബോ കളക്ഷൻസ്, അങ്ങനെ പല കളറില് എന്ത് രസമാണെന്നറിയോ, മൾട്ടി കളറ്, എന്താ പറയുക, ബ്ലാക്ക് ഒക്കെ ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു കളക്ഷൻ എനിക്ക് എടുത്ത് വെക്കണം എന്നുണ്ട്. അതായത് ഈ ഒരു വെറൈറ്റി ടൈപ്പ് സാധനം വരുന്നത്. ഈ ഒരു കുപ്പിവളക്ക് അത്യാവശ്യം റേറ്റ്, കുറേ റേറ്റ് എന്നല്ല, ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സൊക്കെ ആയിട്ട് ഈ വളകൾ മാത്രം സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഈ ഒരു കുപ്പിവള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വെറൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ്, അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വള. ഒരു റാണി പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ പച്ച ഉണ്ട് നമ്മുടെ കയ്യിൽ. എവിടെയാണ്, എല്ലാം ഷഫിളായിട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കാരണം എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സോ അത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കാണിച്ച ആ പിങ്കിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതിൽ 6 പോയിട്ട് 5 ഉള്ളൂ. ഒരെണ്ണം എവിടെയോ ഉണ്ട്. ഞാൻ എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചേക്കും. ഒരു ഇത് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നല്ല വൃത്തിയാക്കി വെക്കും. ഒരു 2 ബോക്സിലായിട്ടാണ് ഞാനിത് എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റാൻഡ് ഒരെണ്ണം വാങ്ങണം. സംഭവം അതും കൂടിയും ഓർഗനൈസ് ചെയ്യാനുള്ള സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പോൾ ഈ ഒരു സാധനം, ഇതിൻ്റെ 6 ഒരെണ്ണം കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പച്ച, നേരത്തെ കാണിച്ചതിൻ്റെ പച്ച. പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു ടൈപ്പ് സാധനം, ഇതിൻ്റെ പല ഷെയ്ഡ്സും ഞാൻ കണ്ടിട്ടുണ്ട്. 12 ഉള്ളതിൽ നിന്ന് ആകെ കൂടി 7 കാണാനുള്ളൂ. എവിടേക്കോ ഞാനിങ്ങനെ ഊരി വെക്കുമ്പോൾ കാണാണ്ടാവണതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബോക്സിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡല്. ഇതിൻ്റെ തന്നെ പല ഷെയ്ഡ്സിൽ എന്താ പറയുക ഉണ്ട്. ഒനിയൻ പിങ്ക് ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഗോൾഡ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. നല്ല ഭംഗിയാണ് ഈ വളയൊക്കെ ഇട്ടാൽ കാണാനായിട്ട്. കണ്ടില്ലേ, നേരത്തെ കാണിച്ചതിൻ്റെ ഗോൾഡാണ് കേട്ടോ അത്. ഇതൊരു ഇതിലേക്ക് തോന്നുന്നു 10 12 അല്ല തോന്നുന്നു. 12 ആണെങ്കിൽ എന്താ പറയുക, സിൽവറും അത്രയും പീസൊന്നും കാണാണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വാട്ട് എവർ. ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഗോൾഡ് ഷെയ്ഡ് വന്നിട്ട്. കണ്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുപ്പിവളകൾ പിന്നെ ഏതിട്ടാലും നല്ല ഭംഗിയാണ്. ഈ കുപ്പിവളകളോടാണ് കൂടുതലും ക്രേസ്. ഞാനങ്ങനെ വളകൾ
എപ്പോഴും ഇടുന്ന ആളൊന്നുമല്ല, പക്ഷെ കുർത്തകളൊക്കെ ഇടുമ്പോൾ ഞാൻ കുപ്പിവളകൾ വെയർ ചെയ്യാറുണ്ട്. ഇത് ഞാനൊരു 3 വർഷം മുന്നേ വാങ്ങിച്ച ഒരു പട്ടുപാവാടയ്ക്ക്, പാവാടയും ബ്ലൗസും എന്താ പറയുക, വയലറ്റ് ബ്ലൗസും മഞ്ഞ പാവാടയായിരുന്നു. അപ്പോൾ അതിനെ മാച്ചായിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. സാധാ കുപ്പിവളയാണ്, വലിയ എന്താ പറയുക ഗിൽറ്റ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതിലെന്തോ ഒരു വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത്, വേറൊരു ടൈപ്പ് സംഭവം. ഇതും നല്ല ഭംഗിയാണ്, പക്ഷെ ഇത് കുറച്ചുകൂടി ലൂസാണ് എനിക്ക് കണ്ടോ. പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ വയലറ്റും എന്താ പറയുക പൊടിയായി എല്ലാത്തിലും. വയലറ്റും മഞ്ഞയും ആണ് ഞാൻ എന്താ പറയുക ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ വയലറ്റ് ഷെയ്ഡ്. എല്ലാ മോഡലിലും 2 പീസ് ഇത് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എല്ലാ മോഡലിൻ്റെയും അതിൻ്റെ വയലറ്റാണത്, കാണാൻ ഭംഗിയാണ്. നെക്സ്റ്റ് ഞാൻ ഈ വിഷുവിന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഈ വിഷുവിന് നമ്മൾ എന്താ പറയുക ഒരു സാരി ബ്ലൗസ് ബ്രൗൺ കളറായിരുന്നു, അതുകൊണ്ട് ബ്രൗൺ കളർ നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇതിൽ ഗിൽറ്റൊക്കെ ഉണ്ട് കേട്ടോ, സിൽക്കൊക്കെ നമ്മുടെ കയ്യിലാവുന്ന തരത്തിലുള്ള ഒരു കുപ്പിവള, ഒരു പഴയ മോഡ് കുപ്പിവള. ഇറ്റ്സ് ഓൾസോ എ ബ്യൂട്ടിഫുൾ ബാംഗിൾ. ഐ ലവ് ദിസ്. ഈ ഒരു ഷെയ്ഡ് ഭയങ്കര രസമുണ്ട്. പിന്നെ ഞാൻ കുപ്പിവള എടുക്കുമ്പോൾ എപ്പോഴും ടൈറ്റ്, എനിക്കിങ്ങനെ കുപ്പിവള ടൈറ്റിൽ കിടക്കണം, വളകളൊക്കെ ടൈറ്റിൽ കിടക്കണം. എല്ലാവരും ഞാൻ കുപ്പിവള ടൈറ്റിൽ എടുക്കുമ്പോൾ ചോദിക്കും ഇങ്ങനെ ഇടുമ്പോൾ പൊട്ടില്ലേ, പൊട്ടിയാലും മുറിഞ്ഞാലും ഒക്കെ. എനിക്ക് ഈ ഒരു ഇതും ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങണത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ഇതില്ല ഒരു. പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ്, ഇതിലൊക്കെ പൊടിയായിട്ടോ സംഭവം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വെക്കാറുണ്ട്, എന്നാലും പെട്ടെന്ന് ഇതിൽ പൊടി പിടിക്കും. പിന്നെ നമ്മളെപ്പോഴും ഇടണതല്ലല്ലോ. ഒരു റോയൽ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല രസമുള്ളൊരു ബ്ലൂ കളർ. ഇതൊക്കെ ഈ ഇങ്ങനത്തെ കുപ്പികൾ എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഇതിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. ബ്ലാക്ക്, മൈ ഫേവറേറ്റ് ബ്ലാക്ക് കളറ് സെറ്റ് മുണ്ടിന് വേണ്ടിയിട്ട് ഞാൻ പടുത്ത് വാങ്ങിയതാണ്. കുറേ മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ബട്ട് അത് കൊള്ളാണ്ടായപ്പോൾ ഞാൻ കുറച്ചുകൂടി വീതിയുള്ളത്, അതായത് കുറച്ചുകൂടി വട്ടം കൂടുതലുള്ള വളം നോക്കിയിട്ട് വാങ്ങിയതാണ് ബ്ലാക്ക് കളർ. നമ്മൾ നേരത്തെ കാണിച്ച ബ്ലൂവിൻ്റെ ബ്ലാക്ക്. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ തന്നെ ഈ ഒരു മോഡലിൽ വേറെ ഒരു ഇതുമില്ലാത്ത പ്യുവർ കുപ്പിവള. ഈ ഒരു മോഡലിലാണല്ലോ പണ്ട് നമ്മുടെ കുപ്പിവളകൾ ഇറങ്ങിയായിരുന്നു. ഇപ്പോഴല്ലേ വെറൈറ്റി കുപ്പിവളകളൊക്കെ ഇറങ്ങുന്നത്. ആൻഡ് ദിസ് ഈസ് ദ മെയിൻ അട്രാക്ഷൻ ഓഫ് ദിസ് ബോക്സ്, ബ്ലാക്ക് കളർ. ഞാനൊരു ബ്ലാക്ക് ലവർ ആയതുകൊണ്ട് എനിക്ക് ഇതിനോട് ഒരു പ്രത്യേകതരം ഇഷ്ടമാണ്. ബ്ലാക്ക് കളർ. പിന്നെ അതിൻ്റെ നമ്മുടെ മെറൂണിൻ്റെ കുറേ ഉണ്ട്. ഞാൻ മുന്നേയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്തും ഒരു മെറൂൺ എന്താ പറയുക ഞാൻ പർച്ചേസ് ചെയ്തു. ഇപ്പം അടുത്ത് ഇതിൽ കുറച്ചൊക്കെ എന്താ പറയുക പഴയതാണ്. നമ്മുടെ പ്യുവർ കുപ്പിവള ഒക്കെ ഇട്ട് എന്ത് രസമുണ്ടായിരിക്കും. യു നോ ദാറ്റ്. ഉണ്ടോ, നല്ലൊരു ഷെയ്ഡാണ് ഈ മെറൂൺ കളർ. പിന്നെ എൻ്റെ കയ്യിലുള്ളത് നമ്മൾ നേരത്തെ ഒരു മഞ്ഞ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞയുടെ ഒരു പച്ച ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഞാൻ ഏതോ സാരിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണെന്ന് തോന്നുന്നു. കിളിപ്പച്ച ഒരു മഞ്ഞ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മഞ്ഞയുടെ അതേ പാറ്റേൺ വരുന്ന നല്ല രസാട്ടോ. ഈ കളറുകളൊക്കെ നല്ല രസമുള്ളതാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക ഏത് ആൾക്കാരുടെയും ഉണ്ടാകാൻ ചാൻസ് ഉള്ള കളറാണ് നമ്മുടെ, അതായത് വേറൊരു മോഡലും ഇല്ലാത്ത പച്ച കളർ. പച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ ഉണ്ട് പച്ച. മുന്നേ വാങ്ങിയതും ഇപ്പം അടുത്ത് വാങ്ങിച്ചതൊക്കെ കൂടിയിട്ടുള്ള പച്ചയും മെറൂണും ബ്ലാക്കും ഒക്കെ ബ്ലൂവും മിക്കതും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള കളറാണ്. എത്ര വേണമെങ്കിലും ഇടാം. പച്ച ഇവിടെ വേറെ വേണമെങ്കിലും നമുക്ക് എന്താ പറയുക ഇടാം. എന്നിട്ട് ഹിന്ദിക്കാരി കണ്ടിട്ടില്ലേ വെള്ള വളപടി ഇവിടെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട്, അതുപോലെ നമുക്ക് പച്ച കുറേ ഇടാം, കാരണം അത്യാവശ്യമുണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ യെല്ലോ കളർ, മാംഗോ യെല്ലോ എന്നൊക്കെ പറയാം. കറക്റ്റ് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ വേറെ വളമിട്ട് മാംഗോ ഷെയ്ഡ്.
മാംഗോ, മാങ്ങയുടെ മഞ്ഞ നിറം, മാമ്പഴ കളർ, യെല്ലോ കളർ. ഇത്രയും കളക്ഷൻസ് ആണ് എൻ്റെ കയ്യിൽ കുപ്പിവളകളായിട്ടിരിക്കുന്നത്. നൈസ്, ലോട്ട് ഓഫ് കുപ്പിവളകൾ. ഇത്രയും ഇതിലും കൂടുതൽ കളക്ഷൻസ് ഉള്ള എത്രയോ ആൾക്കാരുണ്ട്. കുപ്പിവളകളൊക്കെ ഇത്രയും ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്. അവരൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വേറെ ഒന്നുമില്ല, ഇതാണ് എൻ്റെ എന്താ പറയുക കുപ്പിവള കളക്ഷൻസ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കളക്ഷൻസ് എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ആക്സസറീസ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഡ്രസ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഞാൻ എങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണം, അങ്ങനെ ആരെങ്കിലുമൊക്കെ സജഷൻ പറയൂ, എന്നാലല്ലേ നമുക്കതൊക്കെ ചെയ്യാൻ തോന്നുക. സോ പ്ലീസ് കമൻറ്റ് ബിലോ. അതുവരെയ്ക്കും ബൈ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ, സീ യു.